ഹായ് മക്കളെ, ഇന്ന് ഞാൻ നിങ്ങളുടെ മുൻപിലെത്തിയിട്ടുള്ളത് വരാനിരിക്കുന്ന മത്സര പരീക്ഷകളുടെ ഒരു റിവിഷനുമായിട്ടാണ്. ഓക്കെ, അപ്പോൾ ഇനി CPO അതേപോലെ ഒരുപാട് എക്സാംസ് വരാനുണ്ട്. ASM പോലത്തെ ഒരുപാട് എക്സാം, CPO പോലത്തെ എക്സാംസുകളൊക്കെ വരാനില്ലേ? അപ്പോൾ അവർക്കൊക്കെ ഉപകാരപ്രദമായി കൊണ്ടാണ് ഈ ക്ലാസ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ വളരെ ശ്രദ്ധയോടുകൂടി കേട്ടിരിക്കുക, നോട്ട് എഴുതാൻ പറ്റുകയാണെങ്കിൽ എഴുതുക. ഓക്കെ, അപ്പോൾ അത് പഠിച്ചിട്ട് പരീക്ഷ ആൾക്ക് പോകുകയും ചെയ്യാം. ഓക്കെ, അപ്പോൾ അതൊന്നും മറക്കരുത്. വരാനിരിക്കുന്ന പരീക്ഷകളിൽ എന്നെ കേൾക്കുന്ന ഉദ്യോഗാർത്ഥികൾ എഴുതുന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ പരീക്ഷ എളുപ്പമാകട്ടെ. ആ പരീക്ഷ എഴുതുന്നതിലൂടെ അവർക്ക് ജോലി എന്നൊരു സ്വപ്നത്തിലെത്താൻ സാധിക്കട്ടെ ആ പരീക്ഷയിലൂടെ എന്ന് ആദ്യമായിട്ട് ഞാൻ ആശംസിക്കുന്നു. എൻ്റെ പേര് മുഹമ്മദ് ഫാരീസ്, സൈലത്തിൻ്റെ ഇംഗ്ലീഷ് എഡ്യൂക്കേറ്ററാണ്. അപ്പോൾ മക്കൾ നന്നായിട്ട് മനസ്സിലാക്കി വളരെ ശ്രദ്ധയോടുകൂടി ക്ലാസ്സിലിരിക്കുക. അപ്പോൾ ഒരു ഓവറോൾ റിവിഷനാണ് ഞാൻ നിങ്ങൾക്ക് തരാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത് എന്താ വെച്ചാൽ ആനിമൽസ് ആൻഡ് ദെയർ യങ് വൺസ് ആണ്. മത്സര പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒരു ഭാഗമാണ് ആനിമൽസും അതിൻ്റെ യങ് വൺസും. യങ് വൺസ് എന്ന് പറഞ്ഞാൽ ഓഫ് സ്പ്രിങ് ആണ് ഉദ്ദേശിച്ചത്. ഓഫ് സ്പ്രിങ് ഒന്നും കൂടെ നല്ല നിലക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ആനിമലും അതിൻ്റെ മക്കളുമാണ് പറയുന്നത്. ഓഫ് സ്പ്രിങ് എന്ന് പറഞ്ഞാൽ യങ് വൺസ്. ഓക്കെ, അപ്പോൾ അത് ചോദിക്കാറുണ്ട്. അപ്പം എന്ത് ചെയ്യുക, ഈ കാണിച്ചു തരുന്ന ആനിമൽസിൻ്റെ ഓഫ് സ്പ്രിങ് എങ്കിലും നിങ്ങളൊന്ന് പഠിച്ചു വെക്കുക എന്നുള്ളതാണ് പറയാനുള്ളത്. അപ്പം നോക്കൂ, ഒന്നാമത്തത് നമ്മൾ പഠിച്ചു വെക്കാനുള്ളത് നോക്കി. ഇപ്പം ഡോഗ്, നമുക്കറിയാം ഡോഗ്. ഈ ഡോഗ് എന്നതിൻ്റെ ഓഫ് സ്പ്രിങ് എന്നുള്ളത് പപ്പി എന്നാണ്. പപ്പി മറക്കരുത്, പപ്പിയാണ് ഡോഗ്. അതേപോലെ കാറ്റ് എന്ന ആനിമലിൻ്റെ ഓഫ് സ്പ്രിങ് എന്നുള്ളത് കിറ്റൺ. അതേപോലെ കൗ എന്ന ആനിമലിൻ്റെ ഓഫ് സ്പ്രിങ് കാഫാണ്. അതേപോലെ ബഫലോ അതും കാഫാണ്. അതേപോലെ എലിഫൻസ് അതും കാഫാണ്. അതേപോലെ തന്നെ ജിറാഫ്സ് അതും കാഫാണ്. അതേപോലെ ഹോസ് അത് കോൾട്ടാണ്. അതേപോലെ ലയണ് അത് കബ്ബാണ്. അപ്പോൾ മക്കൾ ഇത് പഠിച്ചു പോകണം. ഇത് ചോദിക്കാറുണ്ട്. ഡോഗിന്റെ ഓസ്പ്രിങ് ചോദിച്ചാൽ അഥവാ യങ് വൺ ചോദിച്ചാൽ പപ്പി എന്ന് എഴുതണം. കാറ്റ് ചോദിച്ചാൽ കിറ്റൺ എന്ന് എഴുതണം. കൗ ചോദിച്ചാൽ കാഫ് എന്ന് എഴുതണം. ബഫാലോ ചോദിച്ചാൽ കാഫ് എന്ന് എഴുതണം. എലിഫൻസ് ചോദിച്ചാൽ കാഫ് എന്ന് എഴുതണം. ജിറാഫ്സ് ചോദിച്ചാൽ കാഫ് എന്ന് എഴുതണം. ഹോസ് എന്ന് ചോദിച്ചാൽ കോൾട്ട് എന്ന് എഴുതണം. ലയൺ എന്ന് ചോദിച്ചാൽ കബ് എന്ന് എഴുതണം. പെട്ടെന്ന് പഠിച്ചു. ഇനി 9ാമത്തെ ടൈഗർ ആണ്. ടൈഗറിന്റെ കുട്ടി എന്ന് പറയുന്നത് കബ്ബാണ്. അതേപോലെ ലിയോപാഡ്സിന്റെ കുട്ടി കബ്ബാണ്. പിഗിന്റെ കുട്ടി പിഗ്ലെറ്റ് ആണ്. ഡോങ്കിയുടെ കുട്ടി ഫോളാണ്. ഫിഷിന്റെ കുട്ടി ഫ്രൈ ആണ്. ഷീപ്പിന്റെ കുട്ടി ലാംപാണ്. ഗോട്ടിന്റെ കുട്ടി കിഡാണ്. അപ്പൊ നോക്കൂ, 9ാമത്തെ ടൈഗർ ആണ്. ടൈഗറിന്റെ ഓസ്പ്രിങ് ചോദിച്ചാൽ കബ്ബ്. ലിയോപാഡിന്റെ ഓസ്പ്രിങ് ചോദിച്ചാലും കബ്ബ്. പിഗിന്റെ ഓസ്പ്രിങ് ചോദിച്ചാൽ പിഗ്ലെറ്റ്. ഡോങ്കിയുടെ ഓസ്പ്രിങ് ചോദിച്ചാൽ ഫോള്. ഫിഷിന്റെ ചോദിച്ചാൽ ഫ്രൈ. ഷീപ്പിന്റെ ചോദിച്ചാൽ ലാമ്പ്. ഗോട്ടിന്റെ ചോദിച്ചാൽ കിഡ്. ഇതൊക്കെ നിങ്ങൾക്ക് ഓർമ്മ വേണം. എവിടുന്നാണ് ഒരു ചോദിക്കാന്ന് പറയാൻ പറ്റില്ല. ഒരു ചോദ്യം നമുക്ക് ഇതിൽ നിന്ന് പ്രതീക്ഷിക്കാവുന്നതാണ്. അടുത്തത് 16ാമത്തെ ഡിയർ ആണ്. ഡിയറിന്റെ ഫോണാണ്. അതേപോലെ 17ാമത്തെ റാബിറ്റിന്റെ കിറ്റാണ്. അതേപോലെ 18ാമത്തെ മങ്കിന്റെ ഇൻഫാന്റ് ആണ്. അതേപോലെ 19ാമത്തെ കങ്കാരുവിന്റെ ജോയി ആണ്. 20ാമത്തെ ഓളിന്റെ ഓളറ്റ് ആണ്. അതേപോലെ തന്നെ 21ാമത്തെ ഹെന്നിന്റെ ചിക്കാണ്. 22ാമത്തെ ഡക്കിന്റെ ഡക്ലിംഗ് ആണ്. ഫ്രോഗ് 23 അത് ടാഡ്പോൾ ആണ്. ഫ്രോഗ്. അപ്പൊ നോക്ക്, ഡെയർ ഫോണ്, റാബിറ്റ് കിറ്റ്, മങ്കി ഇൻഫാന്റ്, കങ്കാരു ജോയി, ഓളറ്റ്, ഹെന്ന് ചിക്ക്, ഡക്ലിംഗ്, ഡക്കിംഗ്. അതേപോലെ തന്നെ ഫ്രോഗ് എന്ന് പറയുന്നത് ടാഡ്പോൾ ആണ് എന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ഇത്രയും ആനിമൽസ് ആൻഡ് ദെയർ യങ് വൺസ് നിങ്ങൾ പഠിച്ചു വെക്കൽ നിർബന്ധമാണ്. മത്സര പരീക്ഷയ്ക്ക് 10 മാർക്കാണ് വരാനിരിക്കുന്ന പരീക്ഷകൾക്ക് ഉള്ളത് നമുക്ക് ഇംഗ്ലീഷിന്. അപ്പോൾ 10 മാർക്കിൽ 5 മാർക്ക് ഗ്രാമറും 5 മാർക്കും വൊക്കാബുലറിയുമായിട്ടാണ് വരിക. ഇത് വൊക്കാബുലറിയുടെ ഭാഗത്തുനിന്ന് ആണ് ചോദിക്കുക. അപ്പൊ പൊതുവെ ഇതെന്ത് ചോദിക്കാറുണ്ട്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഭാഗ്യമുണ്ടെങ്കിൽ ഈ 23 ഉള്ളിൽ നിന്ന് ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് ചോദിക്കും. അതുകൊണ്ട് എൻ്റെ മക്കൾ എന്ത് ചെയ്യുക, ഈ 23 ആനിമലും അതിൻ്റെ യങ് വൺസും പഠിച്ചു പോവുക. ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഇനി അടുത്തത് ഞാൻ നിങ്ങളെ പഠിപ്പിക്കാൻ പോകുന്നത്
അതുമായി ബന്ധപ്പെട്ട തന്നെയാണ് ആനിമൽസ് ആൻഡ് ദെയർ ഗ്രൂപ്പ്സ്. ആനിമലും അതിൻ്റെ കളക്റ്റീവ് നൗണുമാണ് ഇനി പഠിപ്പിക്കാൻ പോകുന്നത്. ഓരോ മൃഗങ്ങളുടെയും കളക്റ്റീവ് നൗണാണ് ഇനി ഞാൻ എന്ത് ചെയ്യാൻ പോണത്, പഠിപ്പിക്കാൻ പോണത്. അതും നിങ്ങൾ ശ്രദ്ധയോടുകൂടി പഠിച്ചു പോകണം. അതിൽ നിന്നും ചോദിക്കാറുണ്ട്. ഒന്നാമത്തെ ആൻറ്റ്. ആൻറ്റ് എന്നതിൻ്റെ കളക്റ്റീവ് നൗണിനെ നമുക്ക് കോളനി എന്ന് പറയാം. കോളനി എന്ന് പറയാം. ആൻറ്റ് എന്ന കളക്റ്റീവ് നൗണിനെ നമുക്ക് കോളനി എന്ന് പറയാം. അതേപോലെ തന്നെ ബി എന്ന കളക്റ്റീവ് നൗണിനെ നമുക്ക് കോളനി എന്ന് പറയാം. അതേപോലെ തന്നെ ബേർഡ് എന്നതിന്റെ കളക്റ്റീവ് നൗണിനെ നമുക്ക് ഫ്ലോക്ക് എന്ന് പറയാം. അതേപോലെ തന്നെ ബഫാലോന്റെ കളക്റ്റീവ് നൗണിനെ നമുക്ക് ഹെർഡ് എന്ന് പറയാം. അതേപോലെ കാറ്റിലിന്റെ കളക്റ്റീവ് നൗണിനെ ഹെർഡ് എന്ന് പറയാം, ഡ്രോവ് എന്ന് പറയാം, ഡ്രിഫ്റ്റ് എന്ന് പറയാം, മോബ് എന്ന് പറയാം, ഫ്ലിങ്ക് എന്ന് പറയാം. മറന്നു പോകരുത്, കാറ്റിലിന്റെ കളക്റ്റീവ് നൗണിനെ ഹെർഡ്, ഡ്രോവ്, ഡ്രിഫ്റ്റ്, മോബ്, ഫ്ലിങ്ക് എന്ന് പറയാം. അതേപോലെ ഡിയറിന്റെ കളക്റ്റീവ് നൗണിനെ ഹെർഡ് എന്ന് പറയാം, മോബ് എന്ന് പറയാം. ക്രോന്റെ കളക്റ്റീവ് നൗണിനെ മർഡർ അല്ലെങ്കിൽ ഹോർഡ് എന്ന് പറയാം. ഡോഗിന്റെ കളക്റ്റീവ് നൗണിനെ പാക്ക്, ലിറ്റർ, കെനല്, ഗാങ്, ലെജിയൺ എന്ന് പറയാം. ഡോഗ് സാധാരണ പാക്കാണ് വരാറുള്ളത്, അല്ലെങ്കിൽ ലിറ്റർ വരും. ഇനി പാക്ക് ലിറ്റർ ഇല്ലെങ്കിൽ കെനല് എന്ന് കൊടുക്കാം, അതേപോലെ ഗാങ് എന്ന് കൊടുക്കാം, ലെജിയോൺ എന്നും കൊടുക്കാം. അതേപോലെ ഡക്കിന്റെ കളക്റ്റീവ് നൗണ് ഫ്ലോക്ക്, ബ്രേസ്, ബഞ്ച്, ടീം. ഇതിനൊക്കെ നമുക്ക് ഡക്ക് പറയാം. ഡക്ക്, ഫ്ലോക്ക്, ബ്രേസ്, ബഞ്ച്, ടീം എന്നൊക്കെ ഡക്കിനെ പറ്റി പറയാം. അതേപോലെ തന്നെ എലിഫന്റിനെ ഹെർഡ് എന്ന് പറയാം, പരേഡ് എന്ന് പറയാം, ഗാങ് എന്ന് പറയാം. ഹെർഡ്, പരേഡ്, ഗാങ് ഇത് മൂന്നും എലിഫന്റുമായി ബന്ധപ്പെട്ടാണ്. 10 ആൻഡ്, കോളനി, ബി, കോളനി, ബേർഡ്, ഫ്ലോക്ക്, ബഫാലോ, ഹെർഡ്. കാറ്റില് ഹേർഡ്, ഡ്രോവ്, ഡ്രിഫ്റ്റ്, മോബ്, ഫ്ലിങ്ക് 4 ഉണ്ട്. ഡിയർ, ഹേർഡും മോബും. ക്രോ, മേർഡർ, ഹോഡ്. ഡോഗ്, പാക്ക്, ലിറ്റർ, കെനല്, ഗാങ്, ലെജിയൻ. ഡക്ക്, ഫ്ലോക്ക്, ബ്രേസ്, ബഞ്ച്, ടീം. എലിഫന്റ്, ഹെർഡ്, പരേഡ്, ഗാങ്. ഇനി 11ാമത്തെ നോക്കൂ നിങ്ങൾ. ഫിഷിനെ നമുക്ക് സ്കൂള് എന്ന് പറയാം, ഷോൾ എന്ന് പറയാം, ഡ്രാഫ്റ്റ് എന്ന് പറയാം, നെസ്റ്റ് എന്ന് പറയാം ഫിഷിന്. അതേപോലെ ഫ്ലൈനെ നമുക്ക് സ്വാം എന്ന് പറയാം, ബിസിനസ് എന്ന് പറയാം. അതേപോലെ തന്നെ ഹോസിനെ നമുക്ക് ഹെർഡ് എന്ന് പറയാം, സ്ട്രിങ് എന്ന് പറയാം. അതേപോലെ ലയനെ നമുക്ക് പ്രൈഡ് എന്ന് പറയാം. ലയൺ, പ്രൈഡ് ഓഫ് ലയൺസ് എന്നാണ് പറയാം. മങ്കിയെ നമുക്ക് എന്ത് ചെയ്യാം, ട്രൂപ്പ് എന്ന് പറയാം, കാർട്ട് ലോഡ് എന്ന് പറയാം. മങ്കിയെ ട്രൂപ്പ് എന്നും പറയാം, കാർട്ട് ലോഡ് എന്നും പറയാം. കാർട്ട് ലോഡ്. സാധാരണ മങ്കി ട്രൂപ്പ് എന്നാണ് ചോദിക്കുക. ഇനി ഒന്നുകൂടെ ടൈറ്റ് ആക്കാൻ ഒരു ഉദ്ദേശിക്കുകയാണെങ്കിൽ, അതായത് ചില കുട്ടികൾക്കൊന്നും ട്രൂപ്പ് പഠിച്ചു പോയവന് കുടുങ്ങണം, ട്രൂപ്പ് ഓപ്ഷൻ ഇല്ലാതെ ഈ മങ്കി തന്നിട്ട് നൺ ഓഫ് ദീസ് കൊടുക്കും, ട്രൂപ്പ് ഇല്ല, പക്ഷെ അതിൽ ഒരാളെ കയറ്റും, കാർട്ടിലോട് കയറ്റും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ടാവില്ല, നിങ്ങൾ ട്രൂപ്പാണ് എപ്പോഴും മങ്കിക്ക് നിങ്ങൾ പഠിച്ചത്, പക്ഷെ ആ ട്രൂപ്പ് ഓപ്ഷനിൽ കാണുന്നില്ല. ഓപ്ഷനിൽ കാർട്ടിലോട് ഉണ്ട്, വീണ്ടും ഓപ്ഷനിൽ നൺ ഓഫ് ദീസ് ഉണ്ട്. അപ്പൊ ട്രൂപ്പ് പഠിച്ചു പോയ കുട്ടി നൺ ഓഫ് ദീസിക്ക് പോകും, കാർട്ടിലോട് എഴുതൂല, അപ്പൊ നിങ്ങളെ മാർക്ക് പോകും. അപ്പൊ മങ്കിക്ക് ട്രൂപ്പും കാർട്ടിലോടും ഉണ്ട് എന്ന് എന്റെ പൊന്നു മക്കൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കി വെക്കുക എന്നുള്ളതാണ് പറയാനുള്ളത്. ഇനി നമ്മള് അതുമായി ബന്ധപ്പെട്ട 16ാമത്തെ നോക്കി, ഓളിന്റെ കൂട്ടത്തെ നമുക്ക് പാർലമെന്റ്, സ്റ്റെയർ, വിസ്ഡം എന്നൊക്കെ പറയാം, ഓളിന്റെ കൂട്ടത്തെ. അതേപോലെ തന്നെ ഷീപ്പിന്റെ കൂട്ടത്തെ ഫ്ലോക്ക്, ഡ്രോവ് എന്ന് പറയാം. അതേപോലെ സ്ക്വിറലിന്റെ കൂട്ടത്തെ ഡ്രേ, സ്കറി എന്ന് പറയാം. അതേപോലെ വോൾഫിന്റെ കൂട്ടത്തെ പാക്ക്, റൂട്ട് എന്ന് പറയാം. അതേപോലെ കാറ്റർപില്ലാർസിന്റെ കൂട്ടത്തെ ആർമി എന്ന് പറയാം. ചിക്കൻസിന്റെ കൂട്ടത്തെ ബ്രൂഡ് എന്ന് പറയാം. ഇത് വെരി ഇമ്പോർട്ടന്റ് ആണ്. ഈ 21 നിങ്ങൾ നിർബന്ധമായിട്ടും പഠിച്ചോളണം. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, അല്ലെങ്കിൽ പ്രശ്നമാണ്. ഇത് ചോദിക്കും. 5 മാർക്കിലെ 2 ചോദ്യങ്ങളൊക്കെ ഈ ഭാഗത്തു നിന്നായിരിക്കും എന്നുള്ള മനസ്സിലാക്കാതെ യങ് വൺസ് ചോദിക്കാം, അല്ലെങ്കിൽ അതിന്റെ കളക്റ്റീവിനാണ് ചോദിക്കാം. ഇനി എന്റെ മക്കൾ പഠിക്കാനുള്ളത് 1 വേർഡ് ആണ്. അതായത് നിങ്ങൾക്ക് ഭാഗ്യം ഉണ്ടെങ്കിൽ ഈ 1 വേർഡ് എന്ന് ചോദ്യം വരും. നിങ്ങൾക്ക് ഭാഗ്യം ഉണ്ടെങ്കിൽ ഈ 1 വേർഡ് എന്ന് ചോദ്യം വരും. ഭാഗ്യം ഉണ്ടെങ്കിൽ മാത്രം നമ്മളൊന്ന് നോക്കുക, നമ്മൾ ഭാഗ്യം ഒന്ന് പരീക്ഷിച്ചു നോക്കുക. അപ്പൊ ഇതൊന്ന് പഠിച്ചോളിട്ടോ. 1ാമത്തെ എന്ന് പറയുന്നത് എ വുമൺ ഹാവിംഗ് മോർ ദാൻ 1 ഹസ്ബൻഡ് അറ്റ് ദ സെയിം ടൈം. ഒരു സ്ത്രീക്ക് 1ൽ കൂടുതൽ ഭർത്താവ് ഒരേ സമയം. മനസ്സിലായ?
ഇപ്പൊ നല്ലൊരു ട്രെൻഡായ കാര്യമാണ് എ വുമൺ ഹാവിങ് മോർ ദാൻ വൺ ഹസ്ബൻഡ് അറ്റ് ദ സെയിം ടൈം. ഒരു പുരുഷന് ഒന്നിൽ കൂടുതൽ ഭാര്യമാര് ഒരേ സമയമാകാമെങ്കിൽ സ്ത്രീക്കും ആകാം, അതിനൊന്നും ഇപ്പൊ യാതൊരു പ്രശ്നമില്ല. അതിനെന്തുണ്ട്, ഒരു വൺ വേർഡ് പറയുന്നുണ്ട്, എ വുമൺ ഹാവിങ് മോർ ദാൻ വൺ ഹസ്ബൻഡ് അറ്റ് ദ സെയിം ടൈം. അതിനെ പൊളിയാൻഡ്രി എന്നാണ് പറയാ, പൊളിയാൻഡ്രി എന്നാണ് പറയാ, മറക്കരുത്. പൊളിയാൻഡ്രി എന്താ പറയാ, പോളിയാൻഡ്രി എന്നാണ് പറയാ, പൊളിയാൻഡ്രി എന്നാണ് പറയുക. അടുത്തത് രണ്ടാമത്തെ, ഫീഡിങ് ഓൺ ഫുഡ് മെയ്ഡ് ബോത്ത് ഓഫ് പ്ലാന്റ്സ് ആൻഡ് ഫ്ലഷ്. എല്ലാ തരം ഭക്ഷണങ്ങളും കഴിക്കുക, മനസ്സിലായ, കഴിക്കുക. അങ്ങനെ പറഞ്ഞാല് ഇല തിന്നുക, ഇറച്ചി തിന്നുക, ഇനി തിന്നാത്തതൊന്നുമില്ല, ഓൾക്ക് ആവശ്യമുള്ളതെല്ലാം തിന്നുക. അത് ഇല ആണെങ്കിൽ ഇല, കുറച്ച് അപ്പന്റെ ഇല അത് മിളുങ്ങുക, അത് തിന്നുക, അല്ലെങ്കിൽ പുല്ല് തിന്നുക, അതേപോലെ തന്നെ ഫ്ലഷ് തിന്നുക, എല്ലാം അങ്ങോട്ട് പോവും. ഒന്നും വേണ്ട എന്ന് പറയില്ല, എല്ലാം അങ്ങട്ടില്ല, ഒക്കെ അങ്ങോട്ട് പോണത് നമുക്ക് ഒംനിവോറസ് എന്ന് പറയാം. എന്താ പറയാ, ഒംനിവോറസ് എന്ന് പറയാം. ഒംനിവോറസ് എന്നാണ് അതിന് പറയാം, ഒംനിവോറസ് എന്ന് പറയും. സർവഭക്ഷകർ, സസ്യങ്ങളും മാംസവും ഭക്ഷിക്കുന്നു സർവഭക്ഷകരാണ് ഒംനിവോറസ് എന്ന് പറഞ്ഞാൽ. എല്ലാ സസ്യ ലതാതുക്കൾ, മാംസ്യ മൃഗാതുക്കൾ എല്ലാം ഭക്ഷിക്കുന്നവരാണ് ഒംനിവോറസ് എന്ന് പറയാം. അടുത്തത് മൂന്നാമത്തെ, വൺ ഹു ഡിസ്ട്രോയ്സ് ഇമേജസ് അറ്റാക്സ് പോപ്പുലർ ബിലീഫ്സ് എന്നുള്ളതാണ് പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ മതപരമായ പ്രതിമകളെ നശിപ്പിക്കുകയോ പരമ്പരാഗത വിശ്വാസങ്ങൾ ആക്രമിക്കുകയോ ചെയ്താൽ. എന്താ പറഞ്ഞത്, വൺ ഹു ഡിസ്ട്രോയ്സ്, ആരെങ്കിലും ഒരാൾ നശിപ്പിച്ചാൽ, ഇമേജസ് ഓർ അറ്റാക്സ് പോപ്പുലർ ബിലീഫ്സ് എന്നാ പറഞ്ഞത്. മതപരമായ പ്രതിമകളെയോ അല്ലെങ്കിൽ പരമ്പരാഗത വിശ്വാസങ്ങളെയോ ഒക്കെ എന്ത് ചെയ്യുക, ഭംഗം വരുത്തുക, നശിപ്പിക്കുക. അങ്ങനെ ആവുമ്പോ ഐക്കണോക്ലാസ്റ്റ് എന്ന് പറയാം. എന്താ പറയാ, ഐക്കണോക്ലാസ്റ്റ് എന്നാണ് പറയാ. അടുത്തത് വയലേഷൻ ഓഫ് സംതിങ് ഹോളി ആൻഡ് സ്കയേർഡ്. വയലേഷൻ ഓഫ് സംതിങ് ഹോളി ആൻഡ് സ്കയേർഡ്, അതായത് പവിത്രമായ വസ്തുക്കളെ അപമാനിക്കല്. പവിത്രമായ വസ്തുക്കളെ അപമാനിക്കുക എന്ന് പറഞ്ഞാൽ വയലേഷൻ ഓഫ് സംതിങ് ഹോളി ആൻഡ് സ്കയേർഡ്. ഹോളി ആൻഡ് സ്കയേർഡ് അല്ല, സേക്രഡ് ആണ്. സോറി, ഹോളി ആൻഡ് സേക്രഡ് ആണ്, സ്കയേർഡ് അല്ല, അത് മാറി പറഞ്ഞതാണ്. വയലേഷൻ ഓഫ് സംതിങ് ഹോളി ആൻഡ് സേക്രഡ്, മനസ്സിലായോ? എന്ന് പറഞ്ഞാൽ പവിത്രമായ വസ്തുക്കളോ സ്ഥലങ്ങളോ അശുദ്ധമാക്കുക. പവിത്രമായ വസ്തുക്കളോ സ്ഥലങ്ങളോ അശുദ്ധമാക്കി കഴിഞ്ഞാല്, അതിനെ മോശമാക്കി കഴിഞ്ഞാല്, അപമാനിച്ചു കഴിഞ്ഞാല് അതിനെ നമ്മൾ സ്കാരിലേജ് എന്നാണ് പറയാ. സ്കാരിലേജ്, മറന്നു വരുത്, സ്കാരിലേജ്. അടുത്തത് എ പ്ലേസ് വേർ നൺസ് ലീവ് ആൻഡ് വർക്ക്. ഒരു സ്ഥലമാണ്, ആ സ്ഥലത്ത് നൺസ് ജീവിക്കുകയും ജോലി ചെയ്യുകയും ചെയ്യുന്നു. നൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, നൺസ് എന്ന് പറഞ്ഞാൽ ആരാ, കന്യാസ്ത്രീ മഠങ്ങളിൽ അല്ലേ അവിടെ ജീവിക്കുകയും ജോലി ചെയ്യുന്നവരും. അതിനെ ആ സ്ഥലത്തെ വിളിച്ച പേരെന്താന്ന് വെച്ചാൽ കോൺവെന്റ് ആണ്. കോൺവെന്റ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അടുത്തത് വൺ ഹു ബിലീവ്സ് ദാറ്റ് ഗെയിനിങ് പ്ലഷർ ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് തിങ് ഇൻ ലൈഫ്. ഒരു സുഖലോലകനായിട്ട്, ജീവിതം എന്ന് പറഞ്ഞാൽ സുഖിയന്മാരായിട്ട് കഴിയുക. ഒരു ജീവിതം എന്ന് പറഞ്ഞാൽ സുഖമാണ്, സുഖത്തിന്റെ പുറകെ പോകുക എന്നതിനെ സൂചിപ്പിക്കുന്നത് ഹെഡോണിസ്റ്റ് എന്നാണ്. അങ്ങനെ പറഞ്ഞാൽ അത് ഹെഡോണിസ്റ്റ് ആണ്, അത് മറന്നു പോകണ്ട. ഹെഡോണിസ്റ്റ് ആണ്, ഹെഡോണിസ്റ്റ് എന്നാണ് പറയാ, ഹെഡോണിസ്റ്റ്. അടുത്ത വൺ ഹു ബ്രേക്സ് എസ്റ്റാബ്ലിഷ്ഡ് ട്രഡീഷൻ ആൻഡ് ഇമേജ്. ഞാൻ പറഞ്ഞു കഴിഞ്ഞു, പവിത്രമായ രൂപങ്ങളും പവിത്രമായ ഭാവങ്ങളൊക്കെ അത് ബ്രേക്ക് ചെയ്യുക, അതിനെ ആ എസ്റ്റാബ്ലിഷിനെ ബ്രേക്ക് ചെയ്യുക. ആരെങ്കിലും ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിന് ഐക്കണോക്ലാസ്റ്റ് നമ്മൾ പറഞ്ഞു, അത് ഒന്നുകൂടെ വേറെ രീതിയിൽ വന്നു എന്നുള്ളൂ. അടുത്തത് 9ാമത്തെ, പ്രോപ്പർട്ടി ഹാൻഡഡ് ഡൗൺ ആഫ്റ്റർ ഡെത്ത് ഓഫ് എ പേഴ്സൺ. മനസ്സിലായോ? അതിനെ ഇൻഹെറിറ്റൻസ് എന്നാണ് പറയുക, ഇൻഹെറിറ്റൻസ് എന്നാണ് പറയുക, ഇൻഹെറിറ്റൻസ് എന്ന് പറയും. ഇൻഹെറിറ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അപ്പൊ അതിന്റെ അർത്ഥം? അനന്തരാവകാശം, പൈതൃക സ്വത്ത്. ഒരാൾ മരണത്തിന് ശേഷം എന്ത് ചെയ്യുക, പ്രോപ്പർട്ടി ഹാൻഡ് ഡൗൺ ചെയ്യുക, അതിനാണ് ഇൻഹെറിറ്റൻസ് എന്ന് പറയുക. അടുത്ത ജനറൽ വ്യൂ ഓഫ് പേഴ്സൺസ് ക്യാരക്ടർ. ഒരു വ്യക്തിയുടെ പേഴ്സൺ ക്യാരക്ടറിന്റെ ജനറൽ വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ പ്രൊഫൈല് എന്നാണ് പറയുക. എന്താ പറയാ, പ്രൊഫൈല്. അടുത്ത ദ ഫസ്റ്റ് പബ്ലിക് സ്പീച്ച് ഡെലിവേർഡ് ബൈ എ പേഴ്സൺ. ആദ്യമായിട്ട് ഒരു പബ്ലിക് സ്പീച്ച് നടത്തിയതിനെ മെയ്ഡൻ സ്പീച്ച് എന്നാണ് പറയാ. അടുത്ത വൺ ഹു ഡസ് നോട്ട് ഫോളോ ദ യൂഷ്വൽ റൂൾ ഓഫ് സോഷ്യൽ ലൈഫ്. നമ്മൾ സോഷ്യൽ ലൈഫിന്റെ യഥാർത്ഥ ചിട്ട ഫോളോ ചെയ്യാത്ത ആള്.
നമ്മൾ സോഷ്യൽ ലൈഫിന്റെ യഥാർത്ഥ റൂള് ഫോളോ ചെയ്യാത്ത ആളെ നമുക്ക് ബൊഹമിയൻ എന്ന് പറയാം. ബൊഹേമിയൻ എന്ന് പറയാം. ബൊഹേമിയൻ എന്ന് പറയാം. ഓർമ്മയിൽ ഉണ്ടാവണം. അടുത്ത് പ്ലേസിങ് എ തിങ് ബിസൈഡ് അനദർ. ഒരു സംഗതി അടുപ്പിച്ച് വെക്കുക. അടുപ്പിച്ച് വെക്കുന്നതിന് ജക്സ്റ്റപോസ് എന്നാണ് പറയാ. ജക്സ്റ്റപോസ് എന്നാണ് പറയുക. ജക്സ്റ്റപോസ് എന്നാണ് പറയുക അടുപ്പിച്ച് വെക്കുന്നതിന്. അടുത്ത എക്സ്പേർട്ട് ഇൻ ദ സയന്റിഫിക് സ്റ്റഡി ഓഫ് ബേർഡ്, അതിന് ഓർണിത്തോളജിസ്റ്റ് എന്നാ പറയാ. ബേർഡിനെ കുറിച്ചുള്ള പഠനം മനസ്സിലായ. എക്സ്പേർട്ട്, ആ കാര്യത്തിൽ എക്സ്പേർട്ട് ആണ്. ബേർഡുമായി ബന്ധപ്പെടാണെങ്കിൽ ഓർണിത്തോളജിസ്റ്റ് ആണ്, മനസ്സിലാക്കി വെക്കുക. അടുത്ത സ്റ്റഡി ഓഫ് ഇൻസെക്ട്സ്, ഇൻസെക്ട്സുമായിട്ടുള്ള പഠനം എൻറ്റമോളജി ആണ്, അത് മറന്നു പോകരുത്. എൻറ്റമോളജി ആണ് ഇൻസെക്ട്സുമായിട്ടുള്ള പഠനം. അടുത്ത പേഴ്സൺ ഇൻ ഹിസ് 70s, ഒരാള് തന്റെ 70 വയസ്സായി, 70, 71, 72 ആ ഒരു കാലഘട്ടം, ആ ഒരു ഘട്ടത്തെ നമുക്ക് സെപ്റ്റുജനേറിയൻ എന്നാണ് പറയാ. സെപ്റ്റുജനേറിയൻ എന്നാണ് പറയുക. 70, 71, 72 ആ വയസ്സ് കാലഘട്ടത്തിനെയാണ് സെപ്റ്റുജനേറിയൻ എന്ന് പറയുക. അടുത്ത വൺ ഹു വാക്സ് ഇൻ സ്ലീപ്പ്, മനസ്സിലായ. ഉറക്കത്തിൽ നടക്കുക, അത് ചിലവർക്കൊക്കെ ഉണ്ടാവും. അത് സ്വാഭാവികമാണ്, ഉറക്കത്തിൽ നടക്കുക. അങ്ങനെ നടക്കുന്നുണ്ടെങ്കിൽ ആ വാതിലൊക്കെ ഒന്ന് പൂട്ടിക്കിടന്നാൽ മതി, എന്നാ പിന്നെ വല്ല പ്രശ്നമൊന്നും ഉണ്ടാവില്ല. സോമനാബുലിസ്റ്റ് ആണ്, ഉറക്കത്തിൽ നടക്കുന്ന ആള്. അടുത്തത് എ സ്പെഷ്യലിസ്റ്റ് ഹു ടെസ്റ്റ് ഐസൈറ്റ്, കണ്ണിന്റെ കാഴ്ച, കണ്ണുമായി ബന്ധപ്പെട്ടുള്ള സ്പെഷ്യലിസ്റ്റ്, മനസ്സിലായ. നമ്മളെ കാഴ്ച പരിശോധിക്കുന്ന ആള്. ഇതൊക്കെ ആരാന്ന് ചോദിച്ചാൽ ഒപ്താൽമോളജിസ്റ്റ് ആണ് എന്ന് മനസ്സിലാക്കി വെക്കുക. അടുത്ത എ വാൾ ബിൽറ്റ് ടു പ്രിവെന്റ് ദ സീ ഓർ റിവർ ഫ്രം എ ഫ്ലഡിംഗ് എൻ ഏരിയ, അതായത് വെള്ളപ്പൊക്കം ഉണ്ടാകാൻ ചാൻസ് ഉള്ള ഏരിയയിൽ ഒരു ഭിത്തി കൊണ്ട് എന്ത് ചെയ്യുക, ഒരു ഭിത്തി വെള്ളം കടക്കാതിരിക്കാൻ വേണ്ടി ഒരു മതിൽ കൊണ്ട് അടക്കുക. മതിൽ കൊണ്ട് അടക്കുന്നതിന് നമുക്ക് ഡൈക്ക് എന്നാണ് പറയാ. എന്താ പറയാ? ഡൈക്ക്. വെള്ളം ഫോഴ്സ് ആയിട്ട് ഇങ്ങോട്ട് വരാതെ നമ്മൾ എന്ത് ചെയ്യുക, ആ വെള്ളത്തെ തടയാൻ വേണ്ടി ഒരു മതിൽ കെട്ടുക, ഒരു വോള് കെട്ടുക. അതിന് ഡൈക്ക് എന്നാണ് പറയാ. അടുത്ത ഹാൻഡ് റൈറ്റിംഗ് ദാറ്റ് കനോട്ട് ബി റീഡ്, ഞാനിപ്പോ ഒരു സംഗതി എഴുതി, അതൊരാൾക്ക് വായിക്കാൻ പറ്റുന്നില്ല, അത് ഒരാൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. എന്റെ ഹാൻഡ് റൈറ്റിംഗ് ഒരാൾക്ക് മനസ്സിലാക്കാനോ വായിക്കാനോ പറ്റുന്നില്ലെങ്കിൽ അത് ഇല്ലെജിബിൾ ആണ് എന്ന് മനസ്സിലാക്കി വെക്കുക. ഇല്ലെജിബിൾ ആണ്. അടുത്ത ആനിമൽസ് ദാറ്റ് ക്യാൻ ലിവ് ഓൺ ലാൻഡ് ഇൻ വാട്ടർ, ലാൻഡിലും കരയിലും വെള്ളത്തിലും ജീവിക്കുന്ന ആനിമൽസിന് നമുക്ക് എന്ത് വിളിക്കാം? കരയിലും വെള്ളത്തിലും ജീവിക്കുന്ന ആനിമൽസിനെ നമുക്ക് എന്ത് വിളിക്കാം? ആമക്ക് അതിൽപ്പെട്ട ആളാണ്. ആംഫിബിയൻസ് എന്നാണ് വിളിക്കുക. കരയിലും വെള്ളത്തിലും ഒരേപോലെ ജീവിക്കും ഈ ചങ്ങായിമാര്, അതിനാണ് ആംഫിബിയൻസ് എന്ന് പറയാ. അടുത്ത് ഈസിലി ഡ്യൂപ്ഡ് ഓർ ഫൂൾഡ്, ഒരാളെ നമുക്ക് പെട്ടെന്ന് പറ്റിക്കാൻ സാധിച്ചാൽ അയാൾ ഗള്ളിബിൾ ആണ്. ഗള്ളിബിൾ ആണ്, മറക്കരുത്. ഈസിലി ഡ്യൂപ്ഡ് ഓർ ഫൂൾഡ്. ചില ആൾക്കാരുണ്ട്, എന്ത് പറഞ്ഞാലും സ്വതക്ത, ഞാൻ വിശ്വസിച്ചിരിക്കുന്നു, ഇജു പറഞ്ഞോ ഞാൻ വിശ്വസിച്ചു, എന്ത് പറഞ്ഞാലും വിശ്വസിക്കുന്ന ഒരു ടീമുണ്ട്. ആ ടീമിനെ നമ്മൾ ഗള്ളിബിൾ എന്നാണ് പറയാ. ഗള്ളിബിൾ. ഓൻ ഗള്ളിബിൾ ആണ്. ഓനോട് എന്തും പറയാം, എന്തും അവന്റെ അടുത്ത് പോകും, ഓൻ അത് വിശ്വസിക്കും. ഒരു നിഷ്കളങ്കനായ ഒരു വ്യക്തി എന്ത് പറഞ്ഞാലും വിശ്വസിക്കുന്ന ആള്, അത് ഗള്ളിബിൾ ആണ്. അടുത്ത ഇനബിലിറ്റി ടു സ്ലീപ്പ്, ഉറങ്ങാൻ കഴിയാത്തൊരവസ്ഥയെ നമുക്ക് ഇൻസോമിനിയ എന്ന് പറയും. ഉറക്കം വരുന്നില്ല കുട്ടികളെ, 2-3 ദിവസമായിട്ട് ഉറക്കേ വരുന്നില്ല. അങ്ങോട്ട് തിരിഞ്ഞും മറിഞ്ഞും കിടന്ന് ഉറങ്ങണില്ല. കണ്ണൊരു പോള പൂട്ടാൻ പറ്റാത്തൊരവസ്ഥക്ക് ഇൻസോമിനിയ എന്നാണ് പറയുക. അടുത്തത് എ പേഴ്സൺ ഹു നെവർ ടേക്സ് ആൽക്കഹോളിക് ഡ്രിങ്ക്സ്, അതായത് ലഹരിയുമായി അടുക്കാത്തൊരാള്. ഒരു നിലക്കും മദ്യം എന്റെ കൈകൊണ്ട് തൊടൂല എന്ന് പ്രതിജ്ഞ എടുത്ത ഒരു വ്യക്തി. ആ വ്യക്തി ആരാ? ടീറ്റോ ടൈലർ ആണ്. ഒരു നിലക്കും ആൽക്കഹോളിക് ഡ്രിങ്ക്സ് എന്റെ ജീവിതത്തിൽ ഞാൻ എന്ത് ചെയ്യൂല, കൊണ്ടുവരൂല. ആ ആൽക്കഹോളിക് ഡ്രിങ്ക്സുമായിട്ട് ഞാൻ ഒരിക്കലും സമരസപ്പെടുകയില്ല എന്ന് വാദിച്ച് നടക്കുന്ന ആള് ടീറ്റോ ടൈലർ എന്ന് മനസ്സിലാക്കുക. അടുത്ത വൺ ഹു ബ്രേക്സ് ദ ലോ, ആരെങ്കിലും ലോ എന്ത് ചെയ്യുക, നിയമത്തെ ബ്രേക്ക് ചെയ്യുന്ന ആളെ നമുക്ക് ട്രാൻസ്ഗ്രസർ എന്നാണ് പറയാ. നിയമത്തെ ബ്രേക്ക് ചെയ്യുന്ന ആളെ നമുക്ക് ട്രാൻസ്ഗ്രസർ എന്ന് പറയും. അടുത്ത എ ലവർ ഓഫ് ബുക്സിനെ നമുക്ക് ബിബ്ലിയോഫൈൽ എന്ന് പറയും.
ലവർ ഓഫ് ബുക്സിനെ നമുക്ക് ബിബ്ലിയോഫൈൽ എന്നാണ് പറയാ, ബിബ്ലിയോഫൈല്. അപ്പൊ മക്കളെ ഇത്രയും വൺ വേർഡ് ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, കുറെ കേൾക്കാത്തതൊക്കെ ഉണ്ട്, അതൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഓരോന്നും എഴുതി കളർ പേന കൊണ്ട് എഴുതി വെക്കേണ്ട ഉത്തരവാദിത്വവും എഴുതി വെച്ചാൽ മാത്രം പോരാ, അത് പഠിക്കേണ്ട ഉത്തരവാദിത്വം നിങ്ങൾക്കാണ്. നമുക്ക് പറഞ്ഞുതരാനേ പറ്റുള്ളൂ. ഇത് വരാനിരിക്കുന്ന പരീക്ഷകൾ ഉണ്ടാകട്ടെ എന്ന് ഞാൻ എന്ത് ചെയ്യുന്നു, പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഉണ്ടായാൽ രക്ഷപ്പെട്ടു, ഒരു മാർക്ക് നമ്മൾ കയ്യിൽ നിന്ന് കിട്ടുകയാണ്. പോകുമെന്ന് ഉറപ്പുള്ള ഭാഗങ്ങളിൽ മാർക്ക് കിട്ടുമ്പോൾ വല്ലാത്ത സന്തോഷമായിരിക്കും. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഗ്രാമറാണ്. ഗ്രാമറില് നമുക്ക് നോക്കാം. ആദ്യം ഇത് ഏതാണ് ടെൻസ് നോക്കാം. ഇത് ടെൻസ് ആണ്. ഇത് ടെൻസ്. രാഗി ഡാഷ് ടി വി വെൻ ഹർ ഫാദർ കാൾഡ് അപ്പ്. കാൾഡ് അപ്പ് കണ്ടോ? രാഗി എന്ത് ചെയ്തു? ഡാഷ് ടി വി വെൻ ഹർ ഫാദർ കാൾഡ് അപ്പ്. ഓൾ അച്ഛൻ വിളിച്ചപ്പോ രാഗി ടി വി ഡാഷ് ആക്കുകയായിരുന്നു. അപ്പോ ഇവിടെ നോക്കുക, ഇവിടെ പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസുമായി ബന്ധപ്പെട്ടതാണ് ഈ പറയണത്. പാസ്റ്റ് കണ്ടിന്യൂസ് എന്ന് പറഞ്ഞാൽ വാസ് ഓർ വേറെ വെർബ് പ്ലസ് ING ആണ്. നിങ്ങൾക്കറിയാം. അതായത് ഭൂതകാലത്തിൽ ഒരു പ്രവൃത്തി നേരത്തെ നടന്നുകൊണ്ടിരിക്കുകയാണ്, അതിനിടയിൽ മറ്റൊരു പ്രവൃത്തി നടക്കുകയാണ്. അപ്പൊ നേരത്തെ നടന്നുകൊണ്ടിരിക്കുന്ന പ്രവൃത്തി അവിടെ തടസ്സം വരികയാണ്. അപ്പൊ രാഗി ഇവിടെ TV കാണലാണ് ആദ്യം തുടങ്ങിയത്. ആ TV കണ്ടുകൊണ്ടിരിക്കുകയാണ് രാഗിയുടെ അച്ഛൻ വിളിക്കുന്നത്. അപ്പൊ അച്ഛൻ വിളിച്ചത് രണ്ടാമതായി നടന്ന പ്രവൃത്തിയാണ്. ആദ്യം രാഗി ഏതിന്റെ മുന്നിലാണുള്ളത്? ടിവിന്റെ മുന്നിലാണുള്ളത്. അപ്പൊ അച്ഛൻ വിളിച്ചത് ഇവിടെ വീറ്റു പറഞ്ഞു. അപ്പൊ നേരത്തെ നടന്നുകൊണ്ടിരിക്കുന്നത് പാസ്റ്റ് കണ്ടിന്യൂസിൽ പറയണം. അത് വാസ് വെർബ് പ്ലസ് ING ആണ്. അപ്പൊ രാഗി ഒരാളായതുകൊണ്ട് വാസ് വാച്ചിങ് ആണ്. അപ്പൊ രാഗി വാസ് വാച്ചിങ് TV വെൻ ഹർ ഫാദർ കാൾഡ് അപ്പ് ഹർ എന്നുള്ള ടെൻസ് ആയിരിക്കും അവിടെ വരിക എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. അടുത്തത് ഇറ്റ് ഈസ് ടൈം. ഇവിടെ എന്റെ മക്കളോട് എനിക്ക് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ. ഇറ്റ് ഈസ് ടൈം, അതേപോലെ തന്നെ ഇറ്റ് ഈസ് ഹൈ ടൈം, അതേപോലെ തന്നെ ഇറ്റ് ഈസ് എബൌട്ട് ടൈം. ഇതിന്റെ കൂടെ സബ്ജക്റ്റ് വന്നാൽ വീറ്റ് കൊടുക്കണം എന്നാണ്. ഇതിന്റെ കൂടെ സബ്ജക്റ്റ് വന്നാൽ വീറ്റ് കൊടുക്കണം എന്നാണ്. ഇറ്റ് ഈസ് ടൈം, ഇറ്റ് ഈസ് ഹൈ ടൈം, ഇറ്റ് ഈസ് എബൌട്ട് ടൈം. ഇതിനോട് ചേർന്ന് സബ്ജക്റ്റ് വന്നാൽ വെർബിന്റെ സെക്കൻഡ് ഫോം കൊടുക്കണം എന്നാണ് നിയമം, വെർബിന്റെ സെക്കൻഡ് ഫോം. എന്നാൽ ഇവിടെ ഇറ്റ് ഈസ് ടൈം ഉള്ളൂ. ഇറ്റ് ഈസ് ടൈം കഴിഞ്ഞിട്ട് ഫോർ യു എന്നാണ് വന്നത്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്താ സംഭവം എന്ന് നിങ്ങൾ നോക്കി, നിങ്ങളിവിടെ നോക്കി, ഇവിടെ ശരിക്കും ശ്രദ്ധിച്ചോളിട്ടോ, ഇവിടെ ശരിക്കും ശ്രദ്ധിച്ചോളി. ഇറ്റ് ഈസ് ടൈം, അതേപോലെ തന്നെ ഇറ്റ് ഈസ് ഹൈ ടൈം, അതേപോലെ തന്നെ ഇറ്റ് ഈസ് എബൌട്ട് ടൈം. കണ്ടോ? എബൌട്ട് ടൈം. ഇതിന്റെ കൂടെ സബ്ജക്റ്റ് വന്നാല് ഇതിന്റെ കൂടെ V2, ഇതിന്റെ കൂടെ ഫോർ ആണ് വന്നതെങ്കിൽ ജറണ്ട്, ഫോർ ആണ് വന്നതെങ്കിൽ ജറണ്ട്. എന്നാൽ ഫോർ പ്ലസ് സബ്ജക്റ്റ് വന്നാൽ 2 പ്ലസ് V1 ആണ് വരിക. അപ്പോ ഇതിന്റെ കൂടെ സബ്ജക്റ്റ് ഒറ്റയ്ക്ക് ഉള്ളുവെങ്കിൽ വെർബിന്റെ രണ്ടാമത്തെ രൂപം. ഇതിന്റെ കൂടെ ഫോർ ഒറ്റക്കാണ് വന്നതെങ്കിൽ ജറണ്ടാണ് വെക്കുക. ജറണ്ട് പറഞ്ഞാൽ ING. എന്നാ ഇതിന്റെ കൂടെ 4 പ്ലസ് സബ്ജക്റ്റ് വന്നാൽ 2 പ്ലസ് V1 ആണ് വെക്കുക. അപ്പൊ ഇവിടെ നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കുക, ഇവിടെ ഇറ്റ് ഈസ് ടൈം വന്നു, ഇവിടെ ഫോർ യു എന്നാണ്. ഫോർ യു എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് 4 പ്ലസ് സബ്ജക്റ്റ് ആണ്. 4 പ്ലസ് സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ 2 പ്ലസ് V1 ആണ്. അപ്പൊ നമ്മുടെ ആൻസർ ടു ഗോ എന്നാണ്, വെന്റ് എന്നല്ല എന്നുള്ളതാണ് മനസ്സിലാക്കി വെക്കേണ്ടത്. അപ്പൊ ഇറ്റ് ഈസ് ടൈം ഫോർ യു ടു ഗോ ടു ബെഡ്. ഇറ്റ് ഈസ് ടൈം ഫോർ യു ടു ഗോ ടു ബെഡ്. അവിടെ 4 കഴിഞ്ഞിട്ട് യു എന്ന സബ്ജക്റ്റ് വന്നതാണ് 4 പ്ലസ് സബ്ജക്റ്റ് പറഞ്ഞേ. അപ്പൊ നമ്മൾ 2 പ്ലസ് V1 കൊടുക്കണം. എന്നാൽ 4 ഒറ്റയ്ക്ക് ഉള്ളുവെങ്കിൽ ജറണ്ടാണ് വെക്കേണ്ടത്. അപ്പൊ ഗോയിങ് എന്നുള്ള ജറണ്ട് വെക്കേണ്ടി വരും. എന്നാൽ ഒരു വെറും സബ്ജക്റ്റ് മാത്രമേ ഉള്ളൂ, 4 ഒന്നുമില്ല, വെറും സബ്ജക്റ്റ് ആണെങ്കിൽ വെർബിന്റെ സെക്കൻഡ് ഫോം വെക്കണം. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു കാര്യമാണ്, മക്കൾ മനസ്സിലാക്കി വെക്കുക. അടുത്തത് ഈഫ് ക്ലോസ് ആണ്. ഈഫ് ക്ലോസിന്റെ നിയമം നിങ്ങൾക്കറിയാം. ഈഫ് ക്ലോസിൽ V1 ആണെങ്കിൽ വിൽ പ്ലസ് V1, ഈഫ് ക്ലോസിൽ V2 ആണെങ്കിൽ വുഡ് പ്ലസ് V1, അതേപോലെ തന്നെ ഈഫ് ക്ലോസിൽ ഹാഡ് പ്ലസ് V3 ആണെങ്കിൽ വുഡ് ഹാവ് പ്ലസ് V3 എന്നതാണ് നിയമം. വുഡ് ഹാവ് പ്ലസ് V3. മക്കളെ, ഈഫ് ക്ലോസിൽ V1 ആയാൽ വിൽ പ്ലസ് V1, ഈഫ് ക്ലോസിൽ V2 ആയാൽ വുഡ് പ്ലസ് V1,
ഇഫ് ക്ലോസിൽ ഹാഡ് പ്ലസ് V3 ആയാൽ വുഡ് ഹാവ് പ്ലസ് V3. അപ്പൊ ഇവിടെ നോക്കി, ഇവിടെ വുഡ് ഹാവ് പ്ലസ് V3 ആണിത്. കണ്ടോ നിങ്ങൾ കണ്ടോ വുഡ് ഹാവ് അറ്റൻഡഡ് എന്ന് കണ്ടോ? അപ്പൊ ഇവിടെ വുഡ് ഹാവ് പ്ലസ് V3 ആണ് ഉള്ളത്. വുഡ് ഹാവ് പ്ലസ് V3 ആണ് ഉള്ളതെങ്കിൽ ഇവിടെ ഹാഡ് പ്ലസ് V3 വരണ്ടേ? ഹാഡ് പ്ലസ് V3 വരണ്ടേ? ആ ഹാഡ് പ്ലസ് V3 ഓപ്ഷൻ ബി അല്ലേ? ഹാഡ് ഇൻവൈറ്റഡ് അല്ലേ? അത്രേ ഉള്ളൂ. അപ്പൊ ഒരു ഭാഗം ഫില്ല് ചെയ്തിട്ടില്ലെങ്കിൽ മറുഭാഗം ഫില്ല് ചെയ്തിട്ടുണ്ടാവും. ഫില്ല് ചെയ്ത ഭാഗത്തിൽ നിന്ന് കിട്ടും എന്താണ് ഫില്ല് ചെയ്യാത്തതിന്റെ ഭാഗത്തുള്ളത്, അവിടെ എന്ത് കൊടുക്കണം എന്നുള്ളത് മനസ്സിലാവും. ഫില്ല് ചെയ്ത ഭാഗം വുഡ് ഹാവ് അറ്റൻഡഡ് ആണ്. വുഡ് ഹാവ് അറ്റൻഡഡ് എന്ന് പറഞ്ഞാൽ വുഡ് ഹാവ് പ്ലസ് V3 ആണ്. വുഡ് ഹാവ് പ്ലസ് V3 വരണമെങ്കിൽ അവിടെ ഹാഡ് പ്ലസ് V3 വരണം. ആ ഹാഡ് പ്ലസ് V3 ആണ് ഹാഡ് ഇൻവൈറ്റഡ്. ഇത്രേ ഉള്ളൂ. ഇനി രണ്ടാമത് നോക്കി, വീണ്ടും വുഡ് ഹാവ് ഗോണ്. വുഡ് ഹാവ് ഗോണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വുഡ് ഹാവ് പ്ലസ് V3 അല്ലേ? വുഡ് ഹാവ് പ്ലസ് V3 അല്ലേ? അപ്പൊ ഇവിടെ എന്ത് വരണം? ഹാഡ് പ്ലസ് V3 വരണ്ടേ? ഹാഡ് പ്ലസ് V3 വരണ്ടേ? അപ്പൊ ഒരു ഹാഡ് മതിയാവില്ലല്ലോ. അതേപോലെ തന്നെ ഹാഡ് എന്ന് പറയാൻ പറ്റൂലല്ലോ. അപ്പൊ നമ്മൾ രണ്ട് ഹാഡ് കൊടുക്കുക. ഹാഡ് എന്ന് കൊടുക്കുക. ഹാഡ് മീൻസ് ഹാഡ് പ്ലസ് V3. അപ്പൊ ഹാഡ് ആണ് നമ്മുടെ ആൻസർ. ഐ വുഡ് ഹാവ് ഗോൺ ഇഫ് ഐ ഹാഡ് മോർ മണി എന്നുള്ളതാവും. ഇനി അടുത്തത് ടെൻസിലെ ചോദ്യമാണ്. ടെൻസിലെ ചോദ്യം എപ്പോഴും മനസ്സിലാക്കുക, ബൈ പ്ലസ് ഫ്യൂച്ചർ വന്നാൽ അത് ഫ്യൂച്ചർ പെർഫെക്റ്റ് ആണ്. ബൈ പ്ലസ് ഫ്യൂച്ചർ വന്നാൽ അത് ഫ്യൂച്ചർ പെർഫെക്റ്റ് ആണ്. ഫ്യൂച്ചർ പെർഫെക്റ്റിന്റെ ഫോം പറഞ്ഞാൽ വിൽ ഓർ ഷാൾ പ്ലസ് ഹാവ് പ്ലസ് V3 ആണ്. അപ്പൊ നോക്ക്, ബൈ ദ എൻഡ് ഓഫ് നെക്സ്റ്റ് മന്ത് എന്ന് പറഞ്ഞേ. ബൈ ദ എൻഡ് ഓഫ് നെക്സ്റ്റ് മന്ത് എന്ന് പറഞ്ഞാൽ ബൈ പ്ലസ് ഫ്യൂച്ചർ ആണ്. പറയുമ്പോ ആ മാസത്തിന്റെ അവസാനമായിട്ടില്ല. അതാണ് ബൈ പ്ലസ് ഫ്യൂച്ചർ എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത്. മനസ്സിലായോ? ബൈ പ്ലസ് ഫ്യൂച്ചർ എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് അതാണ്. ബൈ പ്ലസ് ഫ്യൂച്ചർ കൊണ്ട് ഉദ്ദേശിച്ചത് അതാണ്. അതായത് ബൈ ദ എൻഡ് ഓഫ് നെക്സ്റ്റ് മന്ത് എന്ന് പറയുമ്പോ അത് എന്തായിട്ടില്ല? ആ മാസത്തിന്റെ അവസാനമായിട്ടില്ല. അപ്പൊ അത് ബൈ പ്ലസ് ഫ്യൂച്ചർ ആണ്. ബൈ പ്ലസ് ഫ്യൂച്ചർ എന്ന് പറഞ്ഞാൽ ഫ്യൂച്ചർ പെർഫെക്റ്റ് ആണ്. ഫ്യൂച്ചർ പെർഫെക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിൽ ഓർ ഷാൾ പ്ലസ് ഹാവ് പ്ലസ് V3 ആണ്. അങ്ങനെ ആവുമ്പോ ഓപ്ഷൻ ബി ആണ്, ഷാൾ ഹാവ് കംപ്ലീറ്റഡ്. അപ്പൊ ഓഫ് കോഴ്സ് ബൈ ദ എൻഡ് ഓഫ് നെക്സ്റ്റ് മന്ത് വി ഷാൾ ഹാവ് കംപ്ലീറ്റഡ് അവർ അസൈൻമെന്റ് എന്നുള്ള ഉത്തരത്തിലേക്ക് നമ്മൾ എത്തേണ്ടി വരും. ഇനി അടുത്തത് റിലേറ്റീവ് പ്രോനൗൺ എന്നുള്ള ടോപ്പിക് എന്നാണ് ചോദ്യം. റിലേറ്റീവ് പ്രോനൗൺ ഇവിടെ നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടത് ഇതുണ്ടോ, ഈ ഡാഷിന്റെ മുൻപിൽ ആരാ? പേഴ്സൺ. ഈ ഡാഷിന്റെ അപ്പുറത്ത് ആരാ? നൗണ്. അപ്പൊ ഇത് പേഴ്സൺ, അതേപോലെ തന്നെ ഇത് നൗണ്. അങ്ങനെ വരുമ്പോ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഹൂസ് ആണ്. അപ്പൊ എപ്പോഴും ശ്രദ്ധിക്കുക എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ. പേഴ്സണ്, ഹൂ, വെർബ് മനസ്സിലാക്കിക്കോളുക. പേഴ്സണ്, ഹൂസ്, നൗണ് മനസ്സിലാക്കിക്കോളുക. പേഴ്സണ്, ഹൂം, പ്രോനൗണ് മനസ്സിലാക്കിക്കോളുക. അപ്പൊ നോക്ക്, വരന്റെ മുൻപിൽ കണ്ടോ, ദ മാൻ ഡാഷ് കെയിം. അപ്പൊ ഇവിടെ പേഴ്സൺ, ഇവിടെ വെർബ്, അപ്പൊ ഉത്തരം ഹൂ. കണ്ടോ? അടുത്തത് ദ മാൻ ഡാഷ് കാർ. ഇവിടെ പേഴ്സൺ, ഇവിടെ നൗണ്, അപ്പൊ ഇവിടെ ഹൂസ്. അടുത്ത് ദ മാൻ ഡാഷ് ആയി. ഇവിടെ പേഴ്സൺ, ഇവിടെ പ്രോനൗണ്, ആയി എന്ന് പറഞ്ഞാൽ പ്രോനൗണ്, ഇവിടെ പേഴ്സണ്. അപ്പൊ നമ്മുടെ ഉത്തരം ഹൂമ്. കണ്ട? ഇങ്ങനെ നോക്കിയാൽ മതി. വരന്റെ മുൻപിൽ പേഴ്സൺ, വരന്റെ തൊട്ടപ്പുറത്ത് വെർബ് എങ്കിൽ ഹൂ. വരന്റെ തൊട്ട് മുമ്പിൽ പേഴ്സൺ, വരന്റെ തൊട്ടപ്പുറത്ത് നൗണ് എങ്കിൽ ഹൂസ്. വരന്റെ തൊട്ട് മുമ്പിൽ പേഴ്സൺ, വരന്റെ തൊട്ടപ്പുറത്ത് പ്രോനൗണ് എങ്കിൽ ഹൂമ്. ഇത്രേ ഉള്ളൂ. ഇനി അടുത്തത് നോക്ക്. ആനിമൽ ഓർ തിങ്. ആനിമൽ ഓർ തിങ് വന്നു കഴിഞ്ഞാൽ വിച്ചും പറ്റും ദാറ്റും പറ്റും. പിന്നെ ഒന്നും നോക്കണ്ട. വിച്ചും പറ്റും ദാറ്റും പറ്റും.
ഇനി നിങ്ങളോട് പറയാനുള്ളത് സൂപ്പർലേറ്റീവ് ഡിഗ്രി, അതേപോലെ തന്നെ ഓൺലി, അതേപോലെ തന്നെ ലിറ്റിൽ, അതേപോലെ തന്നെ മച്ച്, അതേപോലെ തന്നെ സെയിം. ഇതാണെങ്കിൽ ദാറ്റ് മാത്രം. അപ്പൊ വരയുടെ മുൻപിൽ ഇതിലേതെങ്കിലും ഒന്ന് വന്നാല് ഈ വരള്ളോർത്ത് ദാറ്റ് മാത്രമേ പറ്റുള്ളൂന്ന് അതാ പറഞ്ഞത്. മനസ്സിലായോ? ദാറ്റ് മാത്രം. അപ്പൊ ഒരു ചോദ്യം തന്നു, ഒരു ചോദ്യത്തിന്റെ വരന്റെ മുമ്പിൽ സൂപ്പർലേറ്റീവ് ഡിഗ്രി ഉണ്ട് എങ്കിൽ ദാറ്റ് മാത്രം. ഒരു ചോദ്യത്തിന്റെ വരയുടെ മുൻപിൽ ഓൺലി ഉണ്ട് എങ്കിൽ ദാറ്റ് മാത്രം. ഒരു വരയുടെ തൊട്ട് മുൻപിൽ ലിറ്റിലുണ്ട് എങ്കിൽ ദാറ്റ് മാത്രം. ഒരു വരയുടെ തൊട്ട് മുൻപിൽ മച്ചുണ്ട് എങ്കിൽ ദാറ്റ് മാത്രം. ഒരു വരയുടെ തൊട്ട് മുൻപിൽ സെയിം ഉണ്ട് എങ്കിൽ ദാറ്റ് മാത്രം. അപ്പൊ ഇവിടെ നോക്കുക, ഹി ഈസ് ദ ബെസ്റ്റ് ടീച്ചർ ഡാഷ്. അപ്പൊ ഇവിടെ നോക്കി, ബെസ്റ്റ് എന്നുള്ളത് ആരാണ്? സൂപ്പർലേറ്റീവ് ഡിഗ്രി അല്ലേ? അപ്പൊ നമ്മൾ ദാറ്റ് മാത്രമേ വെക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഹൂ വെക്കാൻ പാടില്ല. അപ്പൊ ദാറ്റ് മാത്രമേ വെക്കാൻ പറ്റുള്ളൂ. സൂപ്പർലേറ്റീവ് ഡിഗ്രി വരന്റെ മുമ്പിൽ വന്നാൽ ദാറ്റ്, ഓൺലി വരന്റെ മുൻപിൽ വന്നാൽ ദാറ്റ്, ലിറ്റിൽ വരന്റെ മുൻപിൽ വന്നാൽ ദാറ്റ്, മച്ച് വരന്റെ മുൻപിൽ വന്നാൽ ദാറ്റ്, സെയിം വരന്റെ മുൻപിൽ വന്നാൽ ദാറ്റ്. ഇതാണ് അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് എന്ന് മനസ്സിലാക്കി വെക്കുക. ഇനി അടുത്തത് ഇവിടെ നോക്ക്, ഐ വാസ് മച്ച് ബെറ്റർ റണ്ണർ ദാൻ ഡാഷ്. ഇവിടെ ഐ എന്നുള്ളത് ഒരു നോമിനേറ്റീവ് ആണ്. ഐ ഒരു നോമിനേറ്റീവ് പ്രോനൗൺ ആണ്. നോമിനേറ്റീവ് പ്രോനൗൺ എന്ന് പറഞ്ഞാൽ അയ്യോ ദേവി, ഹി ഷീ ഇറ്റ്. അയ്യോ ദേവി, ഹി ഷീ ഇറ്റ് ആണ് നോമിനേറ്റീവ് പ്രോനൗണ്. അതിനെ ദാന് കൊണ്ട് കമ്പയർ ചെയ്താൽ ദാനിന്റെ അപ്പുറത്തും നോമിനേറ്റീവ് വേണം. മറക്കണ്ട, ദാനിന്റെ അപ്പുറത്തും നോമിനേറ്റീവ് പ്രോനൗൺ വേണം. അപ്പൊ ഐ ഒരു നോമിനേറ്റീവ് പ്രോനൗൺ ആണ്. ഐ, യു, ദേ, വി, ഹി, ഷീ, ഇറ്റ് ഇതിനെയാണ് നോമിനേറ്റീവ് പ്രോനൗൺ എന്ന് പറയാ. അപ്പൊ ഇവിടുത്തെ ഐനെ ഈ ദാന് കൊണ്ട് എന്ത് ചെയ്യുന്നു? കമ്പയർ ചെയ്യുന്നു. ദാന് കൊണ്ട് കമ്പയർ ചെയ്താൽ ദാനിന്റെ അപ്പുറത്ത് നോമിനേറ്റീവ് വേണം. അങ്ങനെ വരുമ്പോ നമ്മുടെ ഉത്തരം ഹി ആണ്. ഐ വാസ് മച്ച് ബെറ്റർ റണ്ണർ ദാൻ ഹി. ഐ വാസ് മച്ച് ബെറ്റർ റണ്ണർ ദാൻ ഹി. അവിടെ ഹിം എന്ന് കൊടുക്കരുത്, ഹിസ് എന്ന് കൊടുക്കരുത്, ഹെർ എന്നും കൊടുക്കരുത്. ഇതാണ് പറയാനുള്ളത്. ഹി ആണ് നമ്മുടെ ആൻസർ. അപ്പൊ ഒരു നോമിനേറ്റീവ് പ്രോനൗണിനെ ദാന് കൊണ്ട് കമ്പയർ ചെയ്താൽ ദാനിന്റെ അപ്പുറത്തും നോമിനേറ്റീവ് പ്രോനൗൺ വെക്കണം എന്നുള്ളതാണ്. ഇനി അടുത്തത് നിങ്ങൾ മനസ്സിലാക്കാനുള്ളത് നോക്കിക്കോളി. ഹാർഡിലി, സ്കേഴ്സിലി, ബെയർലി ഇതിന്റെ ജോഡി എന്ന് പറയുന്നത് വെന്നാണ്. അതേപോലെ തന്നെ നോ സൂണറിന്റെ ജോഡി എന്ന് പറയുന്നത് ദാനാണ്. മറന്നു പോകണ്ട. ഇവിടെ സ്കേഴ്സിലി എന്നാണ്. സ്കേഴ്സിലി വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഉത്തരം വെന്നാണ്. സ്കേഴ്സിലി ഉള്ള ഭാഗത്ത് നോ സൂണർ ആണെങ്കിൽ നമ്മുടെ ഉത്തരം ദാനാണ്. ഇതാണ് ഇതിന്ന് മനസ്സിലാക്കാനുള്ളത്. അപ്പൊ സ്കേഴ്സിലി ഹാഡ് ഐ ഫിനിഷ്ഡ് വാഷിംഗ് ദ കാർ വെൻ ദ മാസ്റ്റർ കെയിം ആൻഡ് ആസ്ക്ഡ് മീ ടു ക്ലീൻ ദ ഫ്ലോർ ഓഫ് ദ ഹൗസ് എന്നുള്ളതാണ്. ഇനി അടുത്ത നോക്ക്, എലോങ്. അപ്പൊ ഇവിടെ നോക്ക്, ആസ് വെൽ ആസ്, എലോങ് വിത്ത്, ടുഗദർ വിത്ത്, accompanied by, followed by, and നോട്ട്. ഇവിടൊക്കെ ഫസ്റ്റ് സബ്ജക്റ്റ് ആണ് നോക്കേണ്ടത്. ഫസ്റ്റ് സബ്ജക്റ്റ് നോക്കണം. ഫസ്റ്റ് സബ്ജക്റ്റ് സിംഗുലർ ആയാൽ വെർബും സിംഗുലർ, ഫസ്റ്റ് സബ്ജക്റ്റ് പ്ലൂരൽ ആയാൽ വെർബും പ്ലൂരല്. സെക്കൻഡ് സബ്ജക്റ്റ് നോക്കരുത്. അപ്പൊ നോക്കി, എലോങ് വിത്ത്, ഫ്രണ്ട്സിനെ നോക്കരുത്, ഹീയെ നോക്കണം, ഹീനെ നോക്കണം. അപ്പൊ ഹീ എന്ന് പറഞ്ഞാൽ ഒരാളാണ്. അപ്പൊ നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത് വാൺസ് ആണ്. വാൺസ്. അപ്പൊ ആസ് വെൽ ആസ് വന്നാലും എലോങ് വിത്ത് വന്നാലും
ടുഗദർ വിത്ത് വന്നാലും, അക്കമ്പനീഡ് ബൈ വന്നാലും, ഫോളോഡ് ബൈ വന്നാലും, ആൻഡ് നോട്ട് വന്നാലും, രണ്ട് സബ്ജക്റ്റിനെ ഇവരെ കണക്ട് ചെയ്താൽ, ഈ എണ്ണി പറഞ്ഞ ഏതെങ്കിലും ഒന്ന് രണ്ട് സബ്ജക്റ്റുകളെ കണക്ട് ചെയ്താൽ അവയിൽ ആദ്യത്തെ സബ്ജക്റ്റ് അനുസരിച്ചായിരിക്കണം വെർബ് നൽകേണ്ടത്. രണ്ടാമത്തെ സബ്ജക്റ്റ് നോക്കരുത്. ആദ്യത്തെ സബ്ജക്റ്റ് സിംഗുലർ ആയാൽ വെർബും സിംഗുലർ, ആദ്യത്തെ സബ്ജക്റ്റ് പ്ലൂരൽ ആയാൽ വെർബും പ്ലൂരല് എന്നുള്ളതാണ് പറഞ്ഞത്. ഇവിടെ എലോങ് വിത്തിന്റെ മുൻപിലുള്ളത് ഹി ആണ്. ഹി ഒരാളാണ്. ഹി വരുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഒരു സമുദായം ഇളകി വരുന്നുണ്ടെന്ന് അർത്ഥമില്ല. അതുകൊണ്ടാണ് വാൺസ് വന്നത്, വാണ്ട് പറ്റാത്തത്. അടുത്തത് വിച്ച് ഈസ് ഡാഷ് ലോങ്സ്റ്റ് റിവർ. ഈ ലോങ്സ്റ്റ് എന്നുള്ളത് ഒരു സൂപ്പർലേറ്റീവ് ഡിഗ്രിയാണ് മക്കളെ. സൂപ്പർലേറ്റീവ് ഡിഗ്രി. സൂപ്പർലേറ്റീവ് ഡിഗ്രി വന്നാൽ നിർബന്ധമായും നമ്മൾ ദാ കൊടുക്കണം, മറന്നുപോകരുത്. സൂപ്പർലേറ്റീവ് ഡിഗ്രി വന്നാൽ നിർബന്ധമായും ദാ കൊടുക്കണം. അടുത്തത് നോക്കിയ ദ ചിൽഡ്രൻ ഫൗണ്ട് ഡാഷ് എഗ് ഇൻ ദ നെസ്റ്റ്. എഗ് ആണ്, എഗ്. എഗ്ഗിന് എ എന്ന സൗണ്ട് ആണുള്ളത്, എ. അപ്പൊ നമ്മുടെ ആൻസർ ആൻ എഗ് എന്നാണ് പറയാ. ആൻ എഗ്, എ എന്ന സൗണ്ടാണ്, എ എന്ന സൗണ്ടാണ്, ആൻ എഗ് എന്നാണ് പറയാ. അടുത്തത് നോക്ക്. അടുത്തത് എന്നുള്ളത് പാസീവ് വോയിസിലേക്ക് മാറ്റാനാണ്. പാസീവ് വോയിസിലേക്ക് മാറ്റുമ്പോൾ ഇവിടുത്തെ ബുഷസ് ആണ്. ബുഷസ് ഒബ്ജക്റ്റ്, പിന്നെ ഹാസ് വാട്ടേഡ് ആണ്. അപ്പൊ എപ്പോഴും പറയാനുള്ള ഹാസ്, ഹാവ്, ഹാഡ് ഉണ്ടെങ്കിൽ പാസീക്ക് വരുമ്പോ ബീന് വരണം, ബീന് വരണം. ബുഷസ് ആർ ബീയിങ്, അപ്പൊ അത് പറ്റൂല. ബുഷസ് വേർ ബീയിങ്, അതും പറ്റൂല. ബുഷസ് ഹാസ് ബീൻ എന്നുള്ളതും പറ്റൂല, കാരണം ബുഷസ് എന്നുള്ളത് പ്ലൂരലാണ്. അപ്പൊ ഡിയും തെറ്റ്. അപ്പൊ പെട്ടെന്ന് നമുക്ക് എ ആണ് ശരി എന്ന് മനസ്സിലായി. ദ ബുഷസ് ഹാവ് ബീൻ വാട്ടേഡ് ബൈ ദ ഗാർഡനർ എന്നുള്ളതായി, ബൈ ദ ഗാർഡനർ എന്നുള്ളതായി. ഇത്രയേ ഉള്ളൂ. പെട്ടെന്ന് നമുക്ക് ബിയും സീനും എലിമിനേറ്റ് ചെയ്ത് കളഞ്ഞു. ഡീനെ നമ്മൾ എലിമിനേറ്റ് ചെയ്യാൻ കാരണം ബുഷസ് പ്ലൂരൽ ആയതുകൊണ്ട് ഹാസ് ആണ് ഇവിടെ വെച്ചത്, അത് പറ്റൂല, ഹാവ് വെക്കണം. അതുകൊണ്ട് ഓപ്ഷൻ എ ആണ് ശരി. ഇനി അടുത്തത് ഇൻഡയറക്റ്റ് ഫോം ഓഫ് ദ ഗിവൺ സെന്റൻസ് ആണ്. ലോയർ സെഡ് യുവർ കേസ് ഈസ് വെരി കോംപ്ലിക്കേറ്റഡ്. അപ്പൊ ദ ലോയർ സെഡ് ദാറ്റ്, ലോയർ സെഡ് ദാറ്റ്, ലോയർ സെഡ് ദാറ്റ് യുവർ കേസ് ഈസ് വെരി കോംപ്ലിക്കേറ്റഡ് എന്നാണ്. അപ്പൊ ദ ലോയർ റിപ്പോർട്ടഡ് ദാറ്റ് മൈ കേസ് ഈസ് വെരി കോംപ്ലിക്കേറ്റഡ്. ഇവിടെ ഈസ് ഉണ്ട്, അത് മാറിയിട്ടില്ല, അപ്പൊ അത് വെട്ടി. ഇവിടെ ഹാഡ് ബീൻ ആണ്, അതും വെട്ടി. ഇവിടെ വാസ്, ഇവിടെ ദാ യുവർ കേസ് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്, അപ്പൊ അതും വെട്ടി. അപ്പൊ നമ്മുടെ ആൻസർ എന്നുള്ളത് ദ ലോയർ സെഡ് ദാറ്റ് മൈ കേസ്, മൈ കേസ്. ആ ലോയർ ആണ് പറയുന്നത് യുവർ കേസ് എന്നുള്ളത്. യുവർ കേസ് ഈസ് വെരി കോംപ്ലിക്കേറ്റഡ്. അപ്പൊ ലോയർ സെഡ് ദാറ്റ് മൈ കേസ് വാസ് വെരി കോംപ്ലിക്കേറ്റഡ് എന്നുള്ളതാവും. ഈസിനെ നമ്മൾ വാസാക്കി. ഇവിടെ ഈസ് തന്നെ വന്നതുകൊണ്ട് അതിന് വെട്ടി, ഹാഡ് ബീൻ വന്നുകൊണ്ട് വെട്ടി. പിന്നെ യുവർ കേസ് തന്നെ വന്ന് വാണ്ട് ദാറ്റ്, ദ ലോയർ വാണ്ട് ദാറ്റ് യുവർ കേസ്, ആ യുവർ കേസ് മാറിയില്ല. അപ്പോ അതിനെ നമ്മൾ എന്ത് ചെയ്തു, ഓപ്ഷൻ ഡി എന്ന ഇതും തെറ്റി. അപ്പൊ ഓപ്ഷൻ എ ആണ് നമ്മുടെ ശരി എന്നുള്ളത് മനസ്സിലാക്കുക. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ചെറിയൊരു ക്ലാസ്സോട് കൂടി എന്ത് ചെയ്യണത്, നമ്മൾ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അപ്പൊ ഇതിൽ പറഞ്ഞ ഏകദേശം കാര്യങ്ങളൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഒരുപാട് ലെങ്തി ക്ലാസ് ആവുമ്പോൾ കുട്ടികൾക്ക് അത് കാണാൻ ഒരു പ്രയാസമാവും. അതുകൊണ്ടാണ് കുറഞ്ഞൊരു ക്ലാസ് കൊണ്ട് ഞാൻ ഒതുക്കിയത്. വീണ്ടും വീണ്ടും ക്ലാസ്സുകളിലൂടെ നമുക്ക് എന്ത് ചെയ്യാം, വീണ്ടും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പരിചയപ്പെടാം, പഠിക്കാം. ഓക്കെ, അപ്പൊ നന്നായിട്ട് എന്ത് ചെയ്യണം, നിങ്ങൾ പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യണം. ഒരു വർഷം കൊണ്ട് ഇത് നിങ്ങളുടെ അവസാന ഷിപ്പാണ് എന്ന് കരുതി ഒരു വർഷം കൊണ്ട് നിങ്ങളുടെ ആ സ്വപ്ന ജോലിയിലേക്ക് നിങ്ങൾ എത്താൻ വേണ്ടി മാക്സിമം നിങ്ങൾ എഫേർട്ട് ഇടണം. പിന്നെ നമ്മുടെ LP-UP ദ്രോണ ബാച്ച് ആരംഭിക്കുകയാണ് ഓഗസ്റ്റ് 15. നമുക്കറിയാം കഴിഞ്ഞ ഓഗസ്റ്റ് 15-നാണ് നമ്മുടെ സൈലം എന്ത് ചെയ്യുന്നത്, സ്റ്റാർട്ട് ചെയ്യുന്നത്. അന്ന് തുടങ്ങിയ ബാച്ചായിരുന്നു ദ്രോണയുടെ LP-UP ബാച്ച്. അപ്പൊ കേരളത്തിലുടനീളം ഏകദേശം 7ഓളം ജില്ലയില്, 14 ജില്ലയിലെ 7-8ഓളം ജില്ലയിൽ 1ാം റാങ്ക് സൈലത്തിനാണ്. അപ്പോ LP-UP ഉദ്ദേശിക്കുന്നവർ, എനിക്ക് അടുത്ത LP വേണം, അടുത്ത UP വേണം എന്നൊക്കെ ഉദ്ദേശിക്കുന്നവർ എന്ത് ചെയ്യാം, നമുക്ക് സൈലത്തിന്റെ കൂടെ ഈ 1 ഇയർ കോഴ്സിൽ എന്ത് ചെയ്യാം, ഉടൻ തന്നെ ജോയിൻ ചെയ്തിട്ട് സൈലത്തിന്റെ കൂടെ നിങ്ങളുടെ സ്വപ്ന സാക്ഷാത്കാരം എന്ന ആ ജോബ്, ആ ഒരു
ടീച്ചിങ് ജോബ് സൈലത്തിന്റെ കൂടെ നമുക്ക് എന്ത് ചെയ്യാം, നേടിയെടുക്കാം. അപ്പൊ താങ്ക് യു ആൾ.